ശനിയുടെ രാശിമാറ്റത്തിൽ കണ്ടകശനിയായും ഏഴര ശനിയായും ഒക്കെയുള്ള ദോഷാവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ രാശിക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ചില സംശയങ്ങൾ പലരിലുമുണ്ട്. ഇവിടെ നക്ഷത്രങ്ങളെ ചിന്തിക്കുമ്പോൾ മീനൻ രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ജന്മശനിയും അതുപോലെ ഏഴര ശനിയുടെ രണ്ടാം ഘട്ടവുമാണ്. മേടൻ രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ ആരംഭവുമാണ്. മിഥുനൻ രാശിയിലെ മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്കും കന്നിരാശിയിലെ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്കും അതുപോലെ ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കും കണ്ടകശനിയാണ് 2.5 വർഷത്തേക്ക്. ചിങ്ങം രാശിയിലെ മകം, പൂരം, ഉത്രം എന്നീ നാളുകാർക്ക് അഷ്ടമശനിയും നടക്കുന്ന കാലം. പിന്നെ കുംഭരാശിയിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ഏഴര കണ്ടകശനിയുടെ അവസാന ഘട്ടവുമാണ് നടക്കുന്നത്. ഇതിന് പരിഹാരമായിട്ട് ശാസ്താക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും എള്ളുതിരി അല്ലെങ്കിൽ നീരാഞ്ജനം അതുപോലെ എള്ള് പായസം എന്നിവയൊക്കെ നടത്തുന്നതും ഉത്തമമാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ശനിയാഴ്ചകളിൽ വീട്ടിലെ തന്നെ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്.